ബി.ജെ.പിയുടെ ഗുണ്ടാ കൗൺസിലർ സുഗതനെക്കുറിച്ച് ഞെട്ടിക്കുന്നൊരു വെളിപ്പെടുത്തൽ പുറത്തു വന്നിട്ടുണ്ട്. ഗായിക കെ.എസ്. ചിത്ര വട്ടിയൂർക്കാവിന് സമീപം ഫ്ളാറ്റ് വാങ്ങാൻ വന്നപ്പോൾ ആ ഫ്ളാറ്റ് വാങ്ങുന്നതിന് സുഗതൻ ഗുണ്ടയ്ക്ക് കപ്പം കൊടുക്കണമെന്ന രീതിയിൽ അവരെ വിളിച്ച് ഭീഷണിപ്പെടുത്തിയത്രേ. വട്ടിയൂർക്കാവ് മുൻ എം.എൽ.എ. ആയിട്ടുള്ള വി.കെ. പ്രശാന്താണ് ഞെട്ടിക്കുന്ന ഈ വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത്. നിരവധി നിങ്ങൾക്കറിയാലോ കെ.എസ്. ചിത്രയെ, നമ്മുടെ വാനമ്പാടി, ആ വാനമ്പാടി ശ്രീ കെ.എസ്. ചിത്രയ്ക്ക് വട്ടിയൂർക്കാവിൽ ഒരു ഫ്ലാറ്റ് ഉണ്ട്. അവരുടെ ഭർത്താവാണ് വാങ്ങിയത്. ഇതിൽ പോയി ഇടപെട്ടു. ഇത് വലിയ വാർത്തയായിട്ട് ഏഷ്യാനെറ്റിലും മറ്റു മാധ്യമങ്ങളിലും ഒക്കെ വാർത്തയായിട്ട് വന്നതാ. ശ്രീ കെ.എസ്. ചിത്രയുടെ ഭർത്താവിനെ ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തി. അദ്ദേഹം കൊണ്ടുപോയി കേസ് കൊടുത്തു. നോക്കണേ, കെ.എസ്. ചിത്രയെ പോലെ സമൂഹം ആദരിക്കുന്ന ഒരു കലാകാരി, കേരളത്തിന്റെ സ്വന്തം വാനമ്പാടി, അവർ സ്വന്തം നാട്ടിൽ ഒരു വീട് വാങ്ങി, ഒരു ഫ്ലാറ്റ് വാങ്ങി താമസിക്കാൻ വരുന്നു എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള എല്ലാവർക്കും ഒരു അഭിമാനം തോന്നും, നമ്മുടെ നാട്ടിലേക്ക് അവർ വന്നല്ലോ എന്ന്. പക്ഷേ സുഗതൻ ഗുണ്ടയുടെ കണ്ണിലാണെങ്കിൽ നല്ല പണമുള്ളവരാണ് വരുന്നത്, യവനെ പിടിച്ചൊന്ന് വിരട്ടിയ നമുക്ക് കാര്യമായിട്ട് ഒപ്പിക്കാം. അതുകൊണ്ട് കെ.എസ്. ചിത്രയുടെ ഭർത്താവിനെ നേരിട്ട് വിളിച്ച് ഭീഷണിപ്പെടുത്തി അതിൻ്റെ പേരിൽ കേസുണ്ട് എന്നാണ് അറിയുന്നത്. ഇത് മാത്രമല്ല, സുഗതൻ ഗുണ്ടയുടെ ക്രിമിനൽ പ്രവൃത്തിയുടെ അടിയാധാരങ്ങൾ വലിച്ചു പുറത്തിടുമ്പോൾ ചില്ലറ കേസുകളല്ല. ബി.ജെ.പിയുടെ ഇപ്പോഴത്തെ തലസ്ഥാനത്തെ പ്രമുഖ നേതാവും പാർലമെന്ററി കാര്യ സെക്രട്ടറി കൂടിയായിട്ടുള്ള ഗിരികുമാറാണ് ഇദ്ദേഹത്തിനെതിരെ കേസ് കൊടുത്തിട്ടുള്ള മറ്റൊരു കക്ഷി. അതായത് ബി.ജെ.പി തന്നെ ഈ ഗുണ്ടയ്ക്കെതിരെ കേസ് കൊടുത്തതിന് ശേഷം ഗുണ്ടയുമായി പിന്നീട് ഡീൽ ഉറപ്പിച്ചാണ് അവിടെ കൗൺസിലർ സ്ഥാനാർത്ഥിയായി മത്സരിപ്പിച്ചത് എന്നുള്ള കൃത്യമായിട്ടുള്ള ഒരു തുറന്നുകാട്ടലായിട്ട് പ്രശാന്തിന്റെ ആ പ്രതികരണം മാറുന്നുണ്ട്. ഇവിടെ ശ്രീ സുഗതൻ എന്ന് പറയുന്ന ഒരു കൗൺസിലർ വാഴോട്ടുകുണം വാർഡിൽ നിന്ന് വിജയിച്ചു വന്നു. അദ്ദേഹം 19 കേസുകളിൽ പ്രതിയാണ്. അതിന് മേയർ പറയുന്ന ന്യായം എന്താ? രാഷ്ട്രീയക്കാരല്ലേ, കേസുണ്ടാവും. എനിക്കും കേസുണ്ട്. എന്തിനാ കേസ്? ഇതേപോലെ റോഡിൽ യോഗം നടത്തി, പെട്രോൾ വില വർധനയിൽ പ്രതിഷേധിച്ചുകൊണ്ട് പ്രകടനം നടത്തി, അല്ലെങ്കിൽ പോലീസുമായി ഒരു ഏറ്റുമുട്ടലുണ്ടായി, ലാത്തി ചാർജിന്റെ ഭാഗമായി ഒരു ഏറ്റുമുട്ടലുണ്ടായി, സ്വാഭാവികമായിട്ടും കേസെടുക്കും. ഇവിടെ ഇരിക്കുന്ന രാഷ്ട്രീയക്കാർക്കെല്ലാം കേസുണ്ടാകും. അതേ മാതൃകയിലുള്ള കേസാണോ ഈ സുഗതന്റെ പേരിലുള്ളത്? ഈ 19 ക്രിമിനൽ കേസുകൾ ഉൾപ്പെട്ട ഒരാളെ ഒരു ലജ്ജയുമില്ലാതെ തലസ്ഥാന നഗരത്തിന്റെ മേയർ സംരക്ഷിക്കുകയാണ്. ആളുകളെ കൊലപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുന്നു. എന്തിനാ? പണമിടപാടിന്റെ കേസ്, റിയൽ എസ്റ്റേറ്റിന്റെ കേസ്, അല്ല രാഷ്ട്രീയ കേസല്ല. രാഷ്ട്രീയ കേസ് 2 ഉള്ളൂ. അതിലൊന്ന് ബി.ജെ.പി കൊടുത്ത കേസാണ്. ഈ ക്രിമിനലായിട്ടുള്ള വാഴോട്ടുകുണം വാർഡിന്റെ കൗൺസിലറായിരിക്കുന്ന ശ്രീ സുഗതനെ ബി.ജെ.പിയിൽ നിന്നും പുറത്താക്കി. അങ്ങനെ പുറത്താക്കിയതായി കാണിച്ചുകൊണ്ട് പാർലമെന്ററി സെക്രട്ടറി ശ്രീ ഗിരികുമാറിന്റെ പേര് വെച്ചുകൊണ്ട് ബോർഡ് വെച്ചു. ഈ പറയുന്ന വ്യക്തിയുമായിട്ട് ബി.ജെ.പിക്ക് ഒരു ബന്ധവുമില്ല എന്ന ഒരു ബോർഡ് വട്ടിയൂർക്കാവിലും പരിസര പ്രദേശങ്ങളിലും ബി.ജെ.പി സ്ഥാപിച്ചു. അന്ന് വൈകുന്നേരം സുഗതൻ വന്നതെല്ലാം വലിച്ചു കയറി. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ബോർഡ് വലിച്ചു കയറുകയാണ്. അങ്ങനെ ഗിരികുമാർ കൊടുത്ത കേസാണ് ഒന്ന്. മനസ്സിലായില്ലേ? ഒന്ന് ആലോചിച്ച് നോക്കി. സ്വന്തം രാഷ്ട്രീയ പാർട്ടിയുടെ പാർലമെന്ററി കാര്യ സെക്രട്ടറി ആയിരിക്കുന്ന ആള് കൊടുത്ത കേസിലും പ്രതിയായി. അങ്ങനെയുള്ള ആളിനെയാണ് നിങ്ങൾ സംരക്ഷിക്കുന്നത്. ഏറ്റവും അവസാനം വെള്ളൈക്കടവിൽ ക്ഷേത്ര ഉത്സവം നടക്കുമ്പോൾ അവിടെ ചെറിയ കശപിശ നടക്കുകയാണ്. ആ കലവില ഉണ്ടാക്കിയ ആളുകളൊക്കെ അപ്പൊ തന്നെ പോയി. ഇദ്ദേഹം കുറച്ച് കഴിഞ്ഞിട്ട് അവിടെ വരികയാണ്. വന്നപ്പോൾ ഇതിലൊന്നുമില്ലാത്ത ഒരാൾ അവിടെ നിൽക്കുകയാണ്. പ്രശാന്ത് എന്ന് പറഞ്ഞ ഇയാളുമായിട്ട് നേരത്തെ മുൻവൈരാഗ്യം ഉണ്ടായിരുന്നു. ആ മുൻവൈരാഗ്യം ചർച്ച ചെയ്ത് തലമണ്ട അടിച്ചു പൊട്ടിക്കുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇപ്പൊ കൗൺസിലർ ആയാൽ നമ്മളെല്ലാവരും നേരത്തെ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും കൗൺസിലർ സ്ഥാനം കിട്ടി, ജനപ്രതിനിധിയാണ്, നമ്മൾ ബാക്കിയെല്ലാം മതിയാക്കും, അല്ലേ? ഇതാണോ? അടിച്ചു പൊട്ടിക്കുക. അപ്പോ കൊള്ളപ്പലിശയ്ക്ക് വിഷയങ്ങൾ ഉണ്ടാക്കുക, റിയൽ എസ്റ്റേറ്റുമായി വിഷയങ്ങൾ ഉണ്ടാക്കുക, മണ്ണടിയുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുക, ചില കുഴപ്പക്കാരായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരെ പക്ഷം പിടിച്ചുകൊണ്ട് അവരുടെ സഹായത്തോടുകൂടി പണം പിരിക്കുക, ഇങ്ങനെയുള്ള നിരവധി പ്രവർത്തനങ്ങൾ നടത്തിയ ആളാണ്. ഈ 19 കേസ് എന്ന് പറയുന്നത് ഏറ്റവും കുറഞ്ഞതാണ്. നിരവധി നിങ്ങൾക്കറിയാലോ കെ.എസ്. ചിത്രയെ, നമ്മുടെ വാനമ്പാടി, ആ വാനമ്പാടി ശ്രീ കെ.എസ്. ചിത്രയ്ക്ക് വട്ടിയൂർക്കാവിൽ ഒരു ഫ്ലാറ്റ് ഉണ്ട്. അവരുടെ ഭർത്താവാണ് വാങ്ങിയത്. ഇതിൽ പോയി ഇടപെട്ടു. ഇത് വലിയ വാർത്തയായിട്ട് ഏഷ്യാനെറ്റിലും മറ്റു മാധ്യമങ്ങളിലും ഒക്കെ വാർത്തയായിട്ട് വന്നതാ. ശ്രീ കെ.എസ്. ചിത്രയുടെ ഭർത്താവിനെ ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തി. അദ്ദേഹം കൊണ്ടുപോയി കേസ് കൊടുത്തു. ഇങ്ങനെ എത്രയോ കാര്യങ്ങൾ പറയാൻ വേണ്ടി കഴിയും. ഇങ്ങനെയുള്ള ആളിനെയാണ് ഗവൺമെന്റ് കാപ്പ ചുമത്തിയത്. നിങ്ങൾ നോക്കണം, LDF ഗവൺമെന്റിന്റെ കാലത്ത് 2 തവണ കാപ്പ ചുമത്തി. കാപ്പ അഡ്വൈസറി ബോർഡിന്റെ മുമ്പാകെ കേസിന് പോവുകയാണ്.
അവിടെ പോയി ഞാൻ ഇനി ഒന്നും ചെയ്യില്ല, ഞാൻ ജനപ്രതിനിധിയാണ് എന്ന് മാപ്പെഴുതി കൊടുക്കുകയാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇളവ് കൊടുത്തു, 2 തവണ ഇളവ് കൊടുത്തു. 2 തവണ ഇളവ് കിട്ടിയ ഈ പറയുന്ന ക്രിമിനൽ മൂന്നാമത് വെള്ളൈക്കടവിൽ പോയി 308 വകുപ്പിൽ പ്രകാരം കേസ് പ്രതിയാവുകയാണ്. അങ്ങനെയാണ് മൂന്നാമത്തെ കാപ്പ വരുന്നത്. ഇത് നിങ്ങൾ വിചാരിക്കുന്ന സുപ്രഭാതത്തിൽ ഗവൺമെന്റ് കിട്ടുന്നതാണ്. അല്ല, ഒരാൾക്കെതിരെ കാപ്പ ചുമത്തണമെങ്കിൽ CRPC 107 വകുപ്പ് പ്രകാരം ADMന്റെ അനുവാദം വേണം, കളക്ടറുടെ അനുവാദം വേണം. എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് ആയ കളക്ടർ അനുവദിക്കണം അയാളെ CRPC 107 പ്രകാരം കാപ്പ കേസിൽ ഉൾപ്പെടുത്തുന്നതിനുള്ള മതിയായ തെളിവുകളുണ്ട്, നിയമലംഘനങ്ങളുണ്ട്. ഇയാളെ പുറത്തുവിട്ട് കഴിഞ്ഞാൽ ക്രമസമാധാനത്തിന് ഭീഷണി ഉണ്ടാകും എന്ന് കൃത്യമായി കളക്ടർ അംഗീകരിച്ച് ഉത്തരവിടണം. ആ ഉത്തരവാണ് നടപ്പാക്കിയത് പോലീസ്. കേരളത്തിന്റെ പൊതുവിടങ്ങളിലുള്ള ജനങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യമേ ഉള്ളൂ. നിങ്ങൾ ആലോചിക്കൂ, 19 കേസിലെ പ്രതിയായിട്ടുള്ള വ്യക്തി, അതും ക്രിമിനൽ കേസ്, റിയൽ എസ്റ്റേറ്റ്, ബ്ലേഡ്, വട്ടിപ്പലിശ, ഗുണ്ടാപ്പിരിവ് തുടങ്ങിയ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ട് നടക്കുന്ന 916 ക്രിമിനൽ ആയിട്ടുള്ള ഒരു വ്യക്തി. ആ വ്യക്തിക്ക് എന്തുകൊണ്ടായിരിക്കും BJP സീറ്റ് കൊടുത്തിട്ടുണ്ടാവുക? തലസ്ഥാനത്ത് ഗുണ്ടകളെ വളർത്താനായിട്ട് അവർക്ക് ഒരു അംഗീകൃത ഗുണ്ടയെ വേണം. അതുകൊണ്ട് കൗൺസിലറാക്കി വെച്ച് അതിൻ്റെ മറപറ്റി നമുക്ക് ഗുണ്ടാ പ്രവർത്തനം വളർത്താം. ആ ഗുണ്ടകളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് എതിർ രാഷ്ട്രീയ പാർട്ടിയിലുള്ളവരെ തല്ലി തകർക്കാം. അതിനുവേണ്ടിയുള്ള ഗൂഢപദ്ധതിയാണ് സുഗതനെ പോലെയുള്ള ഒരു കൊടും ക്രിമിനലിനെ കൗൺസിലർ സ്ഥാനത്തേക്ക് ഇവർ കൊണ്ടുവന്നു എന്ന് ബോധ്യപ്പെടുകയാണ്. BJP തന്നെ നേരത്തെ പുറത്താക്കിയ വ്യക്തിയെ പിന്നീട് വിശുദ്ധനാക്കി പ്രഖ്യാപിച്ചുകൊണ്ട് അദ്ദേഹത്തെ കൗൺസിലർ ആക്കി കൊണ്ടുവന്നതിന് പിന്നിൽ ചില രാഷ്ട്രീയ പദ്ധതികൾ നടപ്പാക്കാൻ വേണ്ടി അവരുടെ ക്രിമിനൽ ആക്ടിവിറ്റീസിന്റെ ചുമതലക്കാരനാക്കാനാണ് സുഗതനെ ഉപയോഗിച്ചതെന്ന് വേണം VK പ്രശാന്തിന്റെ ഈ പ്രതികരണം കാണുമ്പോൾ ബോധ്യപ്പെടുന്നത്. എന്തായാലും കാപ്പ കേസ് പ്രതിയായിട്ടുള്ള വ്യക്തി കേരളത്തിന്റെ ചരിത്രത്തിൽ ഇന്നേ വരെ ഒരിടത്തും രാഷ്ട്രീയ നേതാവായി ഇരുന്നിട്ടില്ല. ഒരു വ്യക്തിയെ വെറുതെ കാപ്പ ചുമത്താനും പറ്റില്ല. കാപ്പ ചുമത്തണമെങ്കിൽ ഏതെങ്കിലും ഒരു പോലീസുകാരൻ വിചാരിച്ചാലും നടക്കില്ല. ജില്ലാ കളക്ടർ വിചാരിക്കണം. ജില്ലാ കളക്ടർക്ക് കൊടുക്കുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അയാൾ പ്രതികളായിട്ടുള്ള കേസുകളുടെ വകുപ്പുകളും പരിശോധിക്കുമ്പോഴാണ് ഒരു വ്യക്തിക്ക് മേൽ കാപ്പ ചുമത്തണോ, സമൂഹത്തിന് അപകടകരമാണോ എന്ന് കളക്ടർ തീരുമാനമെടുക്കുന്നത്. കളക്ടർ IAS ഉദ്യോഗസ്ഥയാണ്. അവിടെ രാഷ്ട്രീയത്തിന്റെ സ്വാധീനമല്ല. അവർക്ക് കൃത്യമായി അത് പരിശോധിക്കുമ്പോൾ കാപ്പ ചുമത്താമെന്ന് ആഭ്യന്തര സെക്രട്ടറിക്ക് വരെ തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ആലോചിക്കുക. 916 ഗുണ്ടയാണ്, ഒരു കാരണവശാലും ജനപ്രതിനിധിയാകാൻ യോഗ്യതയില്ലാത്തൊരു വ്യക്തിയാണ് എന്ന് തെളിയിക്കപ്പെട്ട് കഴിഞ്ഞ വ്യക്തിയെ എന്തുകൊണ്ട് BJP സംരക്ഷിക്കുന്നു എന്ന ചോദ്യം പ്രസക്തമാവുകയാണ്. അതുകൊണ്ട് രാജി ആവശ്യപ്പെട്ടുള്ള ഇടതുപക്ഷത്തിന്റെ പ്രതിഷേധം അതിന്യായമാണ്, അതിശക്തമായി തന്നെ തുടരേണ്ടതുമുണ്ട്.